ഒരു പവർഫുൾ ആയിട്ടുള്ള നല്ലൊരു പെർഫോമൻസ് ഉള്ള ഒരു ഗെയിമിങ്, എഡിറ്റിങ്, അതോടൊപ്പം മൾട്ടി ടാസ്കിങ് ഒക്കെ ചെയ്യാൻ പറ്റിയ നല്ലൊരു ടാബ് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പറ്റിയ ചോയ്സാണ് വൺ പ്ലസിൻ്റെ പാഡ് 3. മേ ബി ഇത് ലോഞ്ച് ആയിട്ടില്ല, ലോഞ്ച് ആവാൻ പോണേ ഉള്ളൂ. ഇപ്പോഴും ഞാൻ പറയുകയാണ്, ഇത് നല്ലൊരു പവർഫുൾ പെർഫോമൻസ് ഒക്കെ ഉള്ള ടാബ് എന്ന് പറയാനുള്ള ഒന്നാമത്തെ റീസൺ എന്ന് വെച്ചാൽ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന പ്രോസസ്സർ സ്നാപ്ഡ്രാഗൻ്റെ 8 Elite എന്ന് പറയുന്ന പ്രോസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. സാധാരണ അപേക്ഷിച്ച് ആൻഡ്രോയിഡ് അപേക്ഷിച്ച് ഫസ്റ്റത്തെ സ്നാപ്ഡ്രാഗൺ 8 Elite വെച്ച് വരുന്ന ഒരു ടാബാണ് വൺ പ്ലസിൻ്റെ പാഡ് 3. ഈ ഒരു ടാബ് നിങ്ങൾക്ക് വാങ്ങുമ്പം എക്സ്റ്റേണലായിട്ട് എന്നുവെച്ചാൽ പ്രത്യേകിച്ച് ക്യാഷ് കൊടുത്ത് വാങ്ങാനായിട്ട് പറ്റിയത് ഒരു സ്മാർട്ട് കീബോർഡ്, പിന്നെ അതോടൊപ്പം അതിൻ്റെ കേസ്, പിന്നെ അതോടൊപ്പം തന്നെ മറ്റേ പെന്നുണ്ടല്ലോ, അതും നിങ്ങൾക്ക് എക്സ്റ്റേണൽ പൈസ കൊടുത്ത് വാങ്ങിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിതൊരു ഡെസ്ക് ടോപ്പ് രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും. ഡെസ്ക് ടോപ്പ് എന്ന് പറയാന്ന് വെച്ചാൽ ഒരു ലാപ്ടോപ്പ് രീതിയിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇതിൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇതിൻ്റെ കീബോർഡ്, സ്മാർട്ട് കീബോർഡിനെ പറ്റിയാണ്. സ്മാർട്ട് കീബോർഡിൽ വെച്ചാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ഇത് കണക്ട് ചെയ്യാനായിട്ട് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ബ്ലൂടൂത്ത് ബേസ് വഴിയും നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. രണ്ട് ഇത് അല്ല അറ്റാച്ച് ചെയ്ത്, എന്നുവെച്ചാൽ ടാബ് കീബോർഡിൽ അറ്റാച്ച് ചെയ്ത് സാധാരണ നോർമലായിട്ട് യൂസ് ചെയ്യണ പോലെ അറ്റാച്ച് ചെയ്തും യൂസ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ബ്ലൂടൂത്ത് വഴിയാണ് നിങ്ങൾ കണക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നമുക്ക് കീബോർഡ് ഈ ഒരു ടാബിൻ്റെ ഏതെങ്കിലും ഒരു സ്ഥലത്ത്, എന്നുവെച്ചാൽ ഒരു പ്ലേസ് വേരിയൻറ്റിൽ ഉണ്ടായാൽ മതി. എന്നുവെച്ചാൽ തൊട്ടടുത്ത് എവിടെയെങ്കിലും ഈ ഒരു ബ്ലൂടൂത്ത് കിട്ടുമല്ലോ, ആ ഒരു റേഞ്ചിലുള്ള സ്ഥലത്ത് നമുക്ക് കീബോർഡ് ഉണ്ടായിരുന്നാൽ മതി. അവിടെ വെച്ച് നമ്മൾ ടൈപ്പ് ചെയ്താലും ഇവിടെ ഡിസ്പ്ലേയിൽ വരും. ഓക്കെ. പിന്നെ അവിടെ തന്നെ കീബോർഡിൽ ഒരു AI കീ കൊടുത്തിട്ടുണ്ട്. AI കീ കൊടുത്തിരിക്കുന്നത് വെച്ചാൽ സാധാരണ നമ്മൾ ലാപ്ടോപ്പിലൊക്കെ AI കീ എന്തൊരു പൈലറ്റ് എന്ന് പറയും, എന്തോ ഒരു പൈലറ്റ് എന്ന് പറയും സാധാരണ ലാപ്ടോപ്പിലൊക്കെ ഉള്ള. അതേപോലെ ഇതിലുള്ള AI കീയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗൂഗിളിൻ്റെ ജിമിനി ഉണ്ടല്ലോ, അത് ഓപ്പണായി വരും. നിങ്ങൾക്ക് വലിയ ഡൗട്ട് AI യൂസ് ചെയ്ത് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. ഷോർട്ട് കട്ട് പോലെ ഒരു കീ ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ ഈ ഒരു ടാബിൽ പറയാനായിട്ടുള്ളതെന്ന് വെച്ചാൽ തിക്നെസ് 5.97 mm തിക്നെസ്സാണ് കൊടുത്തിരിക്കുന്നത്. എന്നുവെച്ചാൽ പണ്ടത്തെ അപേക്ഷിച്ച് നല്ലൊരു തിക്നെസ് ആയിട്ടുള്ള, എന്നുവെച്ചാൽ സ്ലിം ആയിട്ടുള്ള ഒരു ടാബാണ്. ഇപ്പം അവരെ ഫോൺ ഇപ്പം ലോഞ്ച് ചെയ്തതും വളരെയധികം കുറഞ്ഞ ഒരു ഫോണാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതും തിങ്ങായിട്ടുള്ളൊരു ടാബാണ്. അതോടൊപ്പം തന്നെ തിങ്ങാണെങ്കിലും അവർ കഴിഞ്ഞ ടാബിനെ അപേക്ഷിച്ച് ഇതൊരു വലിയൊരു ടാബാണ് അവർ കൊണ്ടുവരിക്കുന്നത്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കഴിഞ്ഞ ടാബിനെ അപേക്ഷിച്ച് നല്ലൊരു ഡിഫറൻസ് അവർ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അതുപോലെ തന്നെ വലിയൊരു ടാബാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ കഴിഞ്ഞ ടാബിൽ സെൻറ്ററിൽ ഒരു സർക്കിൾ രീതിയിലായിരുന്നു ക്യാമറ മോഡിലൊക്കെ കൊടുത്തിരുന്നത്. പക്ഷേ അത് അവർ തട്ടി സൈഡിലോട്ടാക്കി. സർക്കിളല്ല, അല്ലാത്ത ഷേപ്പിൽ, മേ ബി നമ്മൾ സാംസങ്ങിൻ്റെ ഒക്കെ കയ്യിലൊക്കെ ഉള്ള രീതിയിൽ പോലത്തെ രീതിയിലാണ് ഇപ്പം അവർ കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ സൈഡിലാണ് പവർ ബട്ടൺ കാര്യങ്ങൾ വരുന്നത്. സ്പീക്കർ ഗ്രില്ല് താഴെയും മേളിലും മൊത്തം 4 സ്പീക്കർ ഗ്രില്ല് വരുന്നുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ USB 3.1 ആണ്. എന്നുവെച്ചാൽ പുതിയ ജനറേഷനാണ് വന്നിരിക്കുന്നത്. പക്ഷേ നല്ല സ്പീഡിൽ ചാർജിങ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതോടൊപ്പം ഡാറ്റാസ് കാര്യങ്ങൾ ട്രാൻസാക്ഷൻ ചെയ്യാനായിട്ട് സ്പീഡിൽ നടക്കുകയും ചെയ്യും. പിന്നെ അതോടൊപ്പം തന്നെ ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇതെന്ന് വെച്ചാൽ തിക്നെസ് പറഞ്ഞ് 5.97 mm തിക്നെസ്സാണ് കൊടുത്തിരിക്കുന്നത്. വെയിറ്റ് വരുന്നത് 675 ഗ്രാമിൻ്റെ വെയിറ്റാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ ഇതൊരു വലിയൊരു ടാബാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 33.2 സെൻറ്റിമീറ്ററിൻ്റെ LCD ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് കാണാൻ തന്നെ സൈഡിൽ ചെറുതായിട്ട് ബെസൽസ് സൈഡിൽ കാണാനായിട്ട് പറ്റും. ബെസൽസ് കൊടുക്കാനുള്ള റീസൺ മേ ബി എൻ്റെ തോന്നലെന്ന് വെച്ചാൽ നമ്മൾ ടാബ് നോർമലായിട്ട് പിടിക്കുമ്പോൾ ഡിസ്പ്ലേ ആയിരിക്കും നമ്മൾ പിടിക്കുന്നത്. പക്ഷേ ബെസൽസിലാകുമ്പോൾ നമുക്ക് ബെസൽസിൽ തന്നെ പിടിച്ച് വയ്ക്കാനായിട്ട് പറ്റും. ടാബ് പിടിക്കുമ്പോൾ ബെസൽസിൽ പിടിച്ചാൽ മതി, അതുകൊണ്ടാവാം. പക്ഷേ കുറച്ച് ബെസൽസ് ചെറുതായിട്ട് തിക്നെസ് കൂടുതലാണ്. പിന്നെ അതോടൊപ്പം തന്നെ LCD ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. LED ഡിസ്പ്ലേ അല്ല, പക്ഷേ LCD ഡിസ്പ്ലേ ആണെങ്കിൽ LEDൻ്റെ ആ ഒരു ക്വാളിറ്റി ഉണ്ട്. ഓക്കെ, കാണുമ്പോൾ തന്നെ നമുക്ക് LCD ഡിസ്പ്ലേ ആണെന്ന് തോന്നത്തില്ല, LEDൻ്റെ ആ ഒരു രീതിയിലാണ് നമുക്ക് തോന്നുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ 3.4K റെസൊല്യൂഷനാണ് ഇതിൽ വരുന്നത്, ഡിസ്പ്ലേയിൽ വരുന്നത് 3.4K റെസൊല്യൂഷൻ വരുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ 144 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗെയിമിങ്ങിന് നല്ലൊരു എക്സ്പീരിയൻസ് ഡിസ്പ്ലേ കാഴ്ചവെക്കും എന്ന് മനസ്സിലായാലും. പിന്നെ 90 നിക്സിൻ്റെ ബ്രൈറ്റ്നെസ് ആണ് കൊടുത്തിരിക്കുന്നത്. 90 നിക്സിൻ്റെ ബ്രൈറ്റ്നെസ് കൊടുക്കാനുള്ള റീസൺ
നമ്മൾ വീട്ടിനകത്താണ് ടാബ് യൂസ് ചെയ്യാറുള്ളത്, അല്ലാതെ പുറത്ത് നമ്മൾ ടാബ് യൂസ് ചെയ്യാറില്ല. അപ്പോൾ അതുകൊണ്ടാവാം 90 നിക്സ് കൊടുക്കാനുള്ള റീസൺ. പിന്നെ അതോടൊപ്പം തന്നെ 12 ബിറ്റിൻ്റെ ആണ് കൊടുത്തിരിക്കുന്നത്. 12 ബിറ്റാണ് കൊടുത്തിരിക്കുന്നത്. സാധാരണ നമ്മൾ ഫോൺസിലായാലും 10 ബിറ്റാണ് കൊടുക്കാറുള്ളത്. ബട്ട് ഇതിൽ നമുക്ക് 12 ബിറ്റാണ് ഈ ഒരു ടാബിൽ കൊടുത്തിരിക്കുന്നത്. 12 ബിറ്റ് ആണെങ്കിലും വീഡിയോൻ്റെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ ആ ഒരു കളർ ഇതൊക്കെ നല്ല അടിപൊളിയായിട്ട് ഞാൻ സ്ക്രീനിൽ കാണിച്ചിരിക്കാം അതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ. അപ്പം HDRൻ്റെ സപ്പോർട്ട് നമ്മളെ യൂട്യൂബിലുണ്ട്, പക്ഷേ നെറ്റ്ഫ്ലിക്സിൽ HDRൻ്റെ സപ്പോർട്ട് ഇതിൽ വരുന്നില്ല. മേ ബി ചിലപ്പം അപ്ഡേറ്റിലൂടെ അവർ കൊണ്ടുവരാം, എന്തോ എനിക്കറിയത്തില്ല. കൊണ്ടുവരാം, ഉറപ്പില്ല, കൊണ്ടുവരുമായിരിക്കും. പക്ഷേ യൂട്യൂബിൽ HDRൻ്റെ സപ്പോർട്ട് ഉണ്ട്. ഇതിനോടൊപ്പം തന്നെ പ്രോസസ്സർ സൈഡ് വരുന്നത് സ്നാപ്ഡ്രാഗൻ്റെ 8 പ്രോസസ്സറാണ് വരുന്നത്. അതിനെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യം നിങ്ങൾക്ക് ഇല്ലെന്ന് തോന്നുന്നു. പിന്നെ LPDDR5Xും UFS 4 ആണ് സ്റ്റോറേജ് വരുന്നത്. സ്റ്റോറേജ് 2 വേരിയൻ്റാണ് വരുന്നത്. 12GB 256GB 60GB 512GB ആണോ 256GB ആണോ എന്ന് ചെറിയൊരു ഡൗട്ടുണ്ട്. ഞാൻ വീഡിയോൻ്റെ അവസാനമായി പറഞ്ഞിരിക്കാം. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ബാറ്ററി സൈഡ് നമുക്ക് നോക്കണമെങ്കിൽ 12140 mAh ബാറ്ററിയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അത്രയും വലിയൊരു ബാറ്ററിയാണ് ഇപ്പം കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്. പക്ഷേ വലിയൊരു ബാറ്ററിയാണെങ്കിൽ കൊടുത്തിട്ടുണ്ടെങ്കിലും 80 വാട്ടിൻ്റെ 20 വാട്ടിൻ്റെ ചാർജിങ് കൊടുക്കായിരുന്നു. പക്ഷേ 80 വാട്ടിൻ്റെ ചാർജിങ്ങാണ് കൊടുത്തിരിക്കുന്നത്. പ്രൈമറി ക്യാമറ വരുന്നത് 13 മെഗാപിക്സലിൻ്റെ ക്യാമറയാണ്. 4Kയിൽ 30 fps നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇത് ടാബാണ്. അപ്പം നിങ്ങൾക്കറിയാമല്ലോ, ഫോൺ പോലെയല്ല, ക്യാമറയൊന്നും വലിയ ക്വാളിറ്റിയൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ജസ്റ്റ് അല്ലാതെ ഫോട്ടോസും കാര്യങ്ങളും എടുക്കാനും, കാര്യങ്ങളെന്ന് വെച്ചാൽ എന്തെങ്കിലും ഡോക്യുമെൻറ്റിൻ്റെ ഫോട്ടോസ് നല്ല സൂം മീറ്റ് അതിനൊക്കെ ഉപയോഗിക്കാനാണ് ക്യാമറ കൊടുത്തിരിക്കുന്നത്. പിന്നെ അതോടൊപ്പം സെൽഫി ക്യാമറ വരുന്നത് 8 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് വരുന്നത്. സോഫ്റ്റ്വെയർ സൈഡ് പറയുകയാണെങ്കിൽ OnePlusൻ്റെ Oxygen OS ആണ് ഉള്ളത്. Android 15 ആണ് ഇരിക്കുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ 3 വർഷത്തെ മെയിൻ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും 6 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത സ്പീക്കറിൻ്റെ സൈഡ് നമ്മൾ നോക്കണമെങ്കിൽ കോഡ് സ്പീക്കറാണ് കൊടുത്തിരിക്കുന്നത്. കോഡ് സ്പീക്കർ കൊടുത്തിട്ടുണ്ടെങ്കിലും 4 ഊഫറും 4 ട്വീറ്ററും കൊടുത്തിട്ടുണ്ട്. നല്ലൊരു സൗണ്ട് എക്സ്പീരിയൻസ് ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഊഫറും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ലൊരു സൗണ്ട് എക്സ്പീരിയൻസാണ് ടാബിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ ബ്ലൂടൂത്ത് വെർഷൻ 5.4 ആണ് കൊടുത്തിരിക്കുന്നത്. Wi-Fi 7 ആണ് കൊടുത്തിരിക്കുന്നത്. ചില ടാബിൽ നമുക്ക് സിം ഇടാൻ പറ്റുമായിരുന്നു, പക്ഷേ ഇതിൽ സിം ഇടാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടില്ല. അതിന് പകരം ഇതിൽ ഉള്ളതെന്ന് വെച്ചാൽ നമ്മളെ OnePlusൻ്റെ 13S എന്ന് പറഞ്ഞ ഫോണിൻ്റെ 5G ഫോൺ ഇതായിട്ട് പെയർ ചെയ്ത് തന്നെ അതിൻ്റെ 5G ഇതിലോട്ട് കൺവേർട്ട് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ Wi-Fi യൂസ് ചെയ്തും നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പം ഇതിൻ്റെ സ്റ്റോറേജ് വേരിയൻറ്റ് വരുന്നത് 12GB 256GB 16GB 512GB ആണ് സ്റ്റോറേജ് വരുന്നത്. എക്സ്പെക്റ്റേഷൻ പ്രൈസ് വരുന്നത് എന്ന് വെച്ചാൽ ഇത് അപ്കമ്മിങ് ടാബാണ്. ഇപ്പം മേ ബി ലോഞ്ചിങ് വരുന്നത് പ്രൈസ് എന്ന് വെച്ചാൽ ചിലപ്പം ഒരു 50,000 അകത്താവാം. OnePlusൻ്റെ 30S ഫോൺ വെച്ചിട്ട് കീബോർഡിൽ നമുക്ക് NFC-ൻ്റെ ഇത് യൂസ് ചെയ്ത് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫോണിലുള്ള എല്ലാ ഡാറ്റാസും നമുക്ക് ഡിസ്പ്ലേ ആയിട്ട് ടാബിൽ കാണാൻ പറ്റും. നമുക്ക് ടാബ് യൂസ് ചെയ്ത് തന്നെ ഫോൺ കൺട്രോൾ ചെയ്യാനും പറ്റും. പിന്നെ അതോടൊപ്പം തന്നെ ഫോണിൽ വരുന്ന കോള് ടാബിലോട്ട് നമുക്ക് തട്ടാനും പറ്റും, കോൾ എടുക്കാനും പറ്റും. തട്ട് മീൻസ് അതിലോട്ട് വരികയും ചെയ്യും, കോൾ എടുത്ത് സംസാരിക്കാനും പറ്റും. പിന്നെ അതോടൊപ്പം തന്നെ ഇതിൽ മൾട്ടി ടാസ്കും കാര്യങ്ങളൊക്കെ സുഖമായിട്ട് നടക്കും. അറ്റ് സെയിം ടൈം നമുക്ക് 3 ആപ്പ് ഒരേ സമയത്ത് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. 4ാമത്തെ ആപ്പ് മിനിമൈസ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും, പക്ഷേ ചെറിയ ആപ്പായിരിക്കണം. എന്ന് വെച്ചാൽ കാൽക്കുലേറ്റർ, അലാറം അങ്ങനത്തെ ഉള്ള ചെറിയ ആപ്പും കൂടെ നമുക്ക് വേണമെങ്കിൽ ഡിസ്പ്ലേയിൽ എടുക്കാനായിട്ട് പറ്റും. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തിടുക. പിന്നെ ഏതെങ്കിലും ഫോണിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് ഫോർ കമൻറ്റ്. പിന്നെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിലും കമൻറ്റ് ഇടുക. അപ്പം ഓക്കെ, ബൈ.